ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ ഞാൻ രാവിലെ സുബ്ഹിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ എടുക്കും. പിന്നെ ഞാനിത് ഒരു 7 മണിക്കാണ് അലാറം വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ എണീച്ച് നമുക്കൊന്നും നടക്കുന്നില്ല, കിച്ചണിലത്തെ കാര്യങ്ങൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ അവിടെ കിടത്തി. പിന്നെ ഞാൻ എണീച്ചത് 7:37 എന്തോ. അപ്പോൾ നേരെ ഞാൻ ബാത്റൂമിൽ പോയി ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഞാൻ എന്താക്കിയത്, കിച്ചണിലെത്തിയപ്പാട് കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ കറി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പിന്നെ അരി നന്നായി കഴുകിയിട്ട് ദോശ ചൂടാനാണ് വിചാരിച്ചത്. അപ്പോൾ അരിയും തേങ്ങ ഒക്കെ ഇട്ട് മിക്സിയിൽ അപ്പത്തിൻ്റെ അരക്കാട്ട് അതവിടെ അരിഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ, പിന്നെ നമുക്ക് ആ ഒരു പണിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കറിക്ക് എന്തെങ്കിലും ആ മിക്സിയിൽ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കറിക്ക് വേണ്ടി സാധനമൊക്കെ മുറിച്ചെടുത്താൽ പിന്നെ അതും 2-3 വിസിൽ കുക്കറിൽ ചെയ്ത് കറി റെഡിയാവില്ല. അങ്ങനെ അത് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ച് വേള നന്നായി കഴുകി കുക്കറിൽ ഗ്യാസിൽ വെക്കുന്നുണ്ട്, കുക്കറിലിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച് ടൊമാറ്റോ ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് 2-3 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പണിയും കഴിയുമല്ലേ. ആ ഒരു സമയത്ത് ഞാൻ അവിടെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, ദോശക്കല്ലല്ല, ഫ്രൈ ഫാനാണ്. അപ്പോൾ ഫ്രൈ ഫാൻ അവിടെ സെറ്റായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ദോശമാവിനെടുത്ത് കൂട്ടിയാൽ മതിയല്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ഫാനിൽ കൊണ്ടുപോയി ഒഴിക്കാൻ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ദോശയും വെള്ളക്കറിയും ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ കിച്ചണൊക്കെ ഭയങ്കര മെസ്സായി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ കിച്ചൺ സെറ്റ് ചെയ്ത് ഈ വിലക്കിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. നീ